എന്തൊരു പേടിയാണ്. ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് നമുക്ക് നല്ലൊരു പാട്ട് കേൾക്കാം. ലെറ്റ്സ് വെൽക്കം അമൃത AM ഓൺ സ്റ്റേജ്. അമൃത കുട്ടീനെ പറ്റി നമ്മൾ മിണ്ടുന്നതിന് മുന്നേ കുറച്ചധികം കാര്യങ്ങൾ നമുക്ക് കാണാനുണ്ട്. ഒരു പ്രൊഫൈൽ വീഡിയോ കണ്ടാലോ? ഓക്കെ. എന്റെ പേര് അമൃത. ടോപ്പ് സിംഗർ സീസൺ 6 ഞാൻ 3 പാട്ടാണ് പാടിയത്. അതുകൊണ്ട് കുറച്ചു പേർക്കെങ്കിലും എന്നെ അറിയായിരിക്കും. പക്ഷേ ഞാൻ എങ്ങനെയാണ് ഈ വേദിയിൽ എത്തിയതെന്ന് നിങ്ങൾക്ക് ആർക്കും അറിയില്ലായിരിക്കും. ഞാനൊരു ചെറിയ കഥ പറയാം. പാട്ട് പഠിക്കാൻ പോണ്ടേ? എണീക്ക്. പാട്ട് പഠിക്കണ്ടേ? പിന്നെ പാട്ട് പഠിക്കണ്ടേ? എണീക്ക് 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 പെട്ടെന്ന് എണീക്ക്. അച്ഛാ എന്താ നോക്കിയിരിക്കുന്നേ? ചൂട് ചട്ടുക. സമയായി. കുഞ്ഞാറ്റേ എണീക്ക്. എന്നെ വിളിക്കണം നിന്നെ. പണ്ടൊക്കെ എനിക്കൊരു ഇച്ചിരി മടിയുണ്ടായിരുന്നു. അമ്മ രാവിലെ 5 മണിക്ക് കുത്തി കുത്തി എന്നെ എണീപ്പിക്കും. എന്നിട്ട് കഴുത്തറ്റം വെള്ളത്തിൽ സാധകം ചെയ്യാൻ പറയും. ഈ തണുപ്പത്തൊക്കെ അതെങ്ങനെ ചെയ്യും? ഒരു പാട്ടുകാരിയാവണം, റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കണമെന്നൊക്കെ എനിക്ക് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ പല സാഹചര്യങ്ങൾ കൊണ്ട് അത് നടന്നില്ല. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാം? എൻ്റെ അമ്മയ്ക്കായിരുന്നു ഞാൻ പാട്ടുകാരിയായി കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നത്. എന്നാൽ അവൾക്കാണെങ്കിലോ ഒടുക്കത്ത മടി. കഥയാവുമ്പോൾ ഒരു ചെറിയ ട്വിസ്റ്റൊക്കെ വേണ്ടേ? ഒരു പോയിന്റിൽ എൻ്റെ അമ്മയുടെ ആഗ്രഹം എൻ്റെ ആഗ്രഹമായി മാറുന്നിടത്താണ് എൻ്റെ മ്യൂസിക്കൽ ജേണി സ്റ്റാർട്ട് ചെയ്യുന്നത്. കമലാസനി സുന്ദരി കമലാസനി സുന്ദരി കമലാസനി സുന്ദരി. രണ്ടുപേരും കൂടെ എങ്ങോട്ടാ? പാട്ട് ക്ലാസ്സിന്. ഓ വണ്ടി വിട്. ഇതാണ് എൻ്റെ സാരഥി അനീഷ്, എൻ്റെ മാമനാണ്. മാമൻ എനിക്ക് എവിടെ പോണെന്ന് പറഞ്ഞാലും അപ്പ കൊണ്ടുപോകും. ഇപ്പൊ എങ്ങോട്ടാ പോകണ്ടേ? വീട് വണ്ടി വെള്ളായണിക്ക്. എൻ്റെ മ്യൂസിക്കൽ ജേണിയിൽ എനിക്ക് എൻ്റെ അമ്മയുടെ സപ്പോർട്ടുണ്ട്. പക്ഷേ ഒരു സ്ട്രോങ് സപ്പോർട്ടും കൂടെ വേണം. നിങ്ങൾ എൻ്റെ അച്ഛനെ കണ്ടിട്ടുണ്ടോ? വാനിടം മംഗളമാലപിക്കേ ഓമനേ നിന്നെ ഞാൻ സ്വന്തമാക്കും. ഈറന്നേഹം പൂവും കൊണ്ട് പൂജയ്ക്കായി ക്ഷേത്രത്തിൽ പോകുമ്പോൾ. ഇതാണ് ഞാൻ പറഞ്ഞ സ്ട്രോങ് സപ്പോർട്ട്. പാട്ടിനൊപ്പം പുഞ്ചിരി പങ്കിടാൻ ഞാൻ അമൃത AM ടോപ്പ് സിംഗർ സീസൺ 6 തുടരും. അച്ഛനും അമ്മയും വളരെ കഷ്ടപ്പെട്ട് അഭിനയിച്ചിട്ടുണ്ട്. അമ്മ ചോദിക്കുന്നില്ലേ നിങ്ങൾ രണ്ടുപേരും എങ്ങോട്ടാ പോണേ? അച്ഛനാണ് പ്രത്യേകിച്ച് അഭിനയത്തിൽ വലിയ ഒരു താല്പര്യം ഇല്ലാത്ത പോലെ ഉണ്ട്. പക്ഷെ ഭയങ്കര രസമുണ്ട് കേട്ടോ. ബ്യൂട്ടിഫുൾ ഫാമിലി. 3 പേരും കൂടെ 2 പില്ലേഴ്സ് ഓഫ് സ്ട്രെങ്ത് അല്ലേ, അച്ഛനും അമ്മയും. അപ്പൊ അവരെല്ലാം കൂടെ എപ്പോഴും കട്ടക്കുണ്ട് എന്നുള്ളതാണ് അല്ലേ? അത് സൂപ്പറാണേ. അമൃതം. ആ അമൃതം എന്തോ ഏതാണ് പാട്ട്? ആലിപ്പഴം പെറുക്ക. ഇളയരാജ സർ. അതെ അതെ, അതാണ് ആദ്യം. ബിച്ചു തിരുമല സർ. അതെ. കറക്റ്റ്. മൈ ഡിയർ കുട്ടിച്ചാത്തൻ. അതെ. വർഷം 1984. പാടിയത് ജാനകിയമ്മ, SP ശൈലജമ്മ. അതെ. SPB സാറിന്റെ സിസ്റ്റർ അല്ലേ? അതറിയില്ല? അതല്ലേ SP ശൈലജ. SP ബാലസുബ്രഹ്മണ്യം, SP ശൈലജ. കേട്ടില്ലേ? ഇനിയിപ്പോ അടുത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? പാട്ട് പാടണം. പാടൂ. അതെ, പാടിക്കോളൂ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ആലിപ്പഴം പെറുക്കാൻ പീലിക്കൂട നിവർത്തി ആലിപ്പഴം
വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. അമൃതം കുട്ടിയാണ് നമ്മുടെ. താങ്ക് യു. ക്യാപ്റ്റൻ Yes. നമുക്കൊന്ന് പറഞ്ഞിട്ട് വന്നാലോ? നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്ന് പറഞ്ഞാലോ? പറക്കാം. ആ തേർഡ് ബീജത്തിൽ പറക്കാൻ തോന്നുന്നു. കാരണം അസാധ്യമായിട്ട് വായിച്ചു. അതെ അതെ ഗിരണായിരുന്നു. വെരി നൈസ്, വെരി വെരി നൈസ്. 1 2 3 4. ആയി, നല്ല സരസ്വതി വരണം. വെരി നൈസ് വെരി നൈസ്. നല്ല രസമുണ്ടായിരുന്നു. മാർക്ക് വേണ്ടേ? മാർക്ക് വേണം. മാർക്കിൽ പറക്കണോ? പറക്കണം. താന്ന് പറക്കണോ? മേലെ പറക്കണം. പറക്കണോ? മേലെ പറക്കണം. മേലെ പറക്കണം. ആണോ? മേലെ അല്ലെങ്കിൽ പറക്കണം. ഏതെങ്കിലും ഒരു കൊമ്പിൽ കയറി ഇരിക്കണോ? അത് കുഴപ്പമില്ല. മേലെ പറക്കണം. മേലെ. അപ്പൊ എത്ര മേലെ പറക്കും? ഉം. 98 on 100 today. താങ്ക് യു. അമൃതം, എന്തോ? അടുത്ത പ്രാവശ്യം പറക്കുന്ന പാട്ടൊക്കെയായിട്ട് വരണം കേട്ടോ. ആ. ബൈ. ബൈ. ടാറ്റാ. ബൈ ടാറ്റ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ്